ഹലോ എവ്രി വൺ, ഐ ആം ഇർഫാൻ അഹമ്മദ്. സക്സസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് SSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തുടങ്ങിയാലോ? ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. Let x be the lowest number of 5-digit number that when divided by 15, 24, 32 and 48, the remainder in each case എത്രയാണ്? 9 ആണ്. ആൻഡ് x is divisible by 19 കൂടെയാണ്. വാട്ട് ഈസ് ദ സം ഓഫ് ദ ഡിജിറ്റ് ഓഫ് x ആണ് നമുക്ക് വേണ്ടത്. നമുക്കറിയാവുന്ന കേസ് എന്താണ്? ലോവസ്റ്റ് 5 ഡിജിറ്റ് നമ്പർ ഏതാണ്? 10,000 ആണ്. അപ്പോൾ ലോവസ്റ്റ് 5 ഡിജിറ്റ് നമ്പർ x, അസ്യൂമിങ് x ഈക്വൽ ടു 10,000 ആണെന്ന് അസ്യൂം ചെയ്യുന്നു. നമുക്കൊരു കാര്യം അറിയാലോ, എന്താണ്? 15, 24, 32, 48 ഇതെല്ലാം വെച്ച് നമ്മൾ എക്സിനെ ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ 9 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ നമ്പറിൻ്റെ എൽസിയമായിട്ട് ഡിവൈഡ് ചെയ്താലും റിമൈൻഡർ എത്രയാണ് വേണ്ടത്? 9 തന്നെയാണ്. അപ്പോൾ എൽസിയം ഓഫ് 15, 24, 32, 48. 24 ഇരട്ടിയാണ് 48. അപ്പോൾ 24 എടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ 15 എന്ന് പറഞ്ഞാൽ എന്താണ്? 5 × 3. 32 എന്ന് പറഞ്ഞാൽ എന്താണ്? 16 × 2 അല്ലെങ്കിൽ 2⁵5. ഇതെന്താണ്? 16 × 3. ഇതിൽ നിന്ന് പ്രൈം നമ്പേഴ്സിൻ്റെ കോമൺ ഏറ്റവും കൂടുതൽ പവർ ഉള്ളത് എടുക്കുക. ഈ കേസിൽ 5ൻ്റെ പവർ 1 ഉള്ളൂ, 3ൻ്റെ പവറും 1 ഉള്ളൂ, വേറെ ഒന്നുമില്ലല്ലോ. പിന്നെന്താണ്? 2ൻ്റെ പവർ 5 ആണ്. അപ്പോൾ എന്ത് മനസ്സിലാക്കുക? എൽസിയം ഈക്വൽ ടു 5 × 3 × 32. 2⁵5 32 അല്ലേ? ഈക്വൽ ടു എന്ത് വരും? 480 കിട്ടും. 480 ആണ് നമുക്ക് ഇതിൻ്റെ എൽസിയം കിട്ടിയത്. ഇനി എന്ത് ചെയ്യണം? ഈ എൽസിയമിനെ 10,000 വെച്ച് ഡിവൈഡ് ചെയ്യണം. 10,000 വെച്ച് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? 10,000 വെച്ച് 10,000ന് എൽസിയം വെച്ച് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 9,600 ചെയ്യുമ്പോൾ 400 കിട്ടും. 400 കിട്ടി. റിമൈൻഡർ എന്താണ്? 2. 400 എന്താണ്? 480 ഡിവിസിബിൾ ആവില്ല. നമ്മൾ എന്ത് ചെയ്യണം? അതിന് 80 ആഡ് ചെയ്ത് കൊടുക്കണം. അതേപോലെ തന്നെ 10,000ൻ്റെ കൂടെ 80 ആഡ് ചെയ്യണം. 80 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് മനസ്സിലാക്കുക? 480 എന്ന നമ്പർ 480 വെച്ച് ഡിവിസിബിൾ ആണ്. പക്ഷെ നമുക്ക് എന്താണ്? ഡിവിസിബിൾ ആയ നമ്പറാണോ വേണ്ടത്? അതിന് പകരം 480 ഡിവിസിബിൾ ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ എത്രയാണ്? 9 ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? ആ നമ്പറിന് കൂടെ 9 കൂടെ ആഡ് ചെയ്യുക. ഈക്വൽ ടു ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു 1089. 1089 അങ്ങനെ കിട്ടും. എക്സ് ആണെന്ന് കിട്ടും. ഈ എക്സ് 1089 ആണെന്ന് ഉറപ്പിക്കാൻ എന്താ ചെയ്യേണ്ടത്? നമുക്കറിയാം എക്സ് എന്താണ്? ഡിവിസിബിൾ ബൈ 19 ആണ്. 19 ഡിവിസിബിൾ ചെയ്താൽ പോരെ? ഡിവൈഡഡ് ബൈ 19. ഡിവൈഡ് ചെയ്തേ. 100ൽ എത്ര 19 ഉണ്ട്? 5 19. 5 19 എന്ന് പറയുമ്പോൾ 95. ബാക്കി റിമൈൻഡർ എത്രയാണ്? 5. ബാക്കി 58. 95 എന്ന് പറയുമ്പോൾ എന്താണ്? 3. ബാക്കി 58ൽ 3 പ്രാവശ്യം 3 × 19 57. 57 എന്ന് പറയുമ്പോൾ 5 പ്രാവശ്യം 57 എന്ന് പറയുമ്പോൾ 3 പ്രാവശ്യം ബാക്കി 1 19 1. അപ്പോൾ എന്ത് മനസ്സിലാക്കുക? ഡിവിസിബിൾ ആണ് ഈ നമ്പർ. ഡിവിസിബിൾ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്തൂടെ? ഇത് സൊല്യൂഷൻ ചെയ്തൂടെ? ആ ടേംസിൻ്റെ സമ്മങ്ങാട്ട് എഴുതാം. എന്ത്? 1 + 1 + 8 + 9. 2 0 ഉണ്ടല്ലോ. 0ൻ്റെ സം എന്താണ്? 0 തന്നെയാണ്. ഈക്വൽ ടു എന്താണ്? ഡിജിറ്റൽ സം. 1 + 8 + 9 18. 18 കിട്ടും നമുക്ക് ആൻസർ. 18 അല്ലേ കിട്ടിയത് ആൻസർ? 18 എന്താണ്? ഓപ്ഷൻ സി. ഓക്കെ അല്ലേ? എന്താ ചെയ്തത്? ഏറ്റവും ലോവസ്റ്റ് 5 ഡിജിറ്റ് നമ്പർ എന്താണ്? 10,000 ആണ്. 10,000 നമ്മുടെ എക്സ് ആണെന്ന് അസ്യൂം ചെയ്തിട്ട് നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള നമ്പേഴ്സ് എന്താണ്? എല്ലാ നമ്പറും ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ എത്രയാണ്? 9 ആണ്. 9 ആണെങ്കിൽ എന്താണ് മനസ്സിലാക്കേണ്ട കാര്യം? 9 റിമൈൻഡർ കിട്ടിയാൽ എല്ലാ നമ്പറിൻ്റെ എൽസിയമും ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടണ്ട? റിമൈൻഡർ 9 ആയിരിക്കും. അപ്പോൾ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കുക? എൽസിയമായിട്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടിയ നമ്പർ? 10,080 ആണ്. എന്ത്? പെർഫെക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്ന നമ്പർ. അതിനോട് നമ്മൾ റിമൈൻഡർ കിട്ടുന്ന 9 ആഡ് ചെയ്തപ്പോൾ 10,089 കിട്ടി. ആ 10,089 ആണ് നമ്മുടെ എക്സ്. ആ എക്സിന് എന്ത് ചെയ്ത്? എക്സിൻ്റെ നമ്പേഴ്സ് മൊത്തം ആഡ് ചെയ്ത് ആൻസർ എന്ത് കിട്ടി? 18 കിട്ടി. ഓക്കെ അല്ലേ സൊല്യൂഷൻ?